9 to 5 9 മണി മുതൽ 5 മണി വരെയുള്ള ഒരു ജോലി സമ്പ്രദായമേ ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഓൾറെഡി ജോബുകൾ തന്നെ ഇല്ലാതാവുക എന്നുള്ള ഒരു കാലത്തേക്കാണ് ഒരു ഭാഗത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇനി വീണ്ടും പുതിയൊരു ട്രെൻഡ്, പുതിയൊരു വാർത്ത നമ്മളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 9 to 5 അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടു ഈവനിങ് ഒരു കണ്ടിന്യൂസ് 8 hour സ്ട്രെച്ചിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ ഓഫ് വർക്കിന്റെ പുതിയൊരു എവല്യൂഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മൈക്രോ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ്, മൈക്രോ ഷിഫ്റ്റ് എന്നാണ് ഈ ഒരു ട്രെൻഡിനെ പറയുന്നത്. അതായത് ഇനി ഒരു ഫിക്സഡ് ടൈം വർക്ക് ചെയ്യുന്നതിൽ അപ്പുറത്തേക്ക് റിസൾട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിനാണ് പല കമ്പനികളും ഇനി സ്ട്രെസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് നിർബന്ധമില്ല നിങ്ങൾ ഇത്ര സമയത്ത് തന്നെ വർക്ക് ചെയ്യണം, ഇത്ര സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാകണം, റിമോട്ട് ആകണോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ആകണോ എന്നൊന്നുമല്ല അവിടുത്തെ ഇൻസിസ്റ്റൻസ് വരുന്നത്. അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക, വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻസ്. സോ കമ്പനികളും ഇത്തരത്തിലുള്ള സിസ്റ്റം അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ ഈ ന്യൂജൻ പ്രൊഫഷണൽസ് ഒക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റം മേ ബി എന്താ പറയുക, ഒരു ഫുൾ ടൈം ജോബിൽ അല്ലെങ്കിൽ ഒരു സാലറിഡ് ജോബിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നതിന്റെ കൂടെ തന്നെ സൈഡ് ഹസിൽസ് ഫ്രീലാൻസുകളായിട്ടും അല്ലെങ്കിൽ മറ്റു പ്രൊജക്ടുകളായിട്ടൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ ഒരു ജോബ്, വീണ്ടും ബ്രേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ മേ ബി ഒരു സിനിമക്കൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അടുത്ത ടാസ്ക് ചെയ്യുന്നത്, അത് എൻറ്റയർലി ഡിഫറെന്റ്, മേ ബി ഒരു കൺസൾട്ടിങ് ഡൊമൈനിലായിരിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള ജോബുകൾ, മൾട്ടിപ്പിൾ ജോബുകളും മൾട്ടിപ്പിൾ ടാസ്കുകളൊക്കെ ചെയ്യുന്നതിനാണ് ഈ മൈക്രോ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പുതിയ ട്രെൻഡ്, ഫ്യൂച്ചർ ഓഫ് വർക്കിലെ പുതിയ ട്രെൻഡിനെ നമ്മൾ വിളിക്കുന്നത്. സോ മൈ ക്വസ്റ്റ്യൻ ടു ഈസ് ദാറ്റ് നിങ്ങളിൽ എത്ര പേര് ഇപ്പോഴും നിങ്ങളൊക്കെ അറ്റൻഡൻസ് എണ്ണിക്കൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനികൾ ഇപ്പോഴും അറ്റൻഡൻസ് എണ്ണിക്കൊണ്ടിരിക്കുകയാണോ, അതല്ല നിങ്ങൾ ഇത്തരത്തിലൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം.